மக்களே, இப்போ நம்ம இந்த எலிஃபண்ட் ரூட் ரெசார்ட்டில் இருந்து ஸ்பைஸ் கார்டன் நோக்கி போக போகிறோம். இந்த ஹோட்டல்லேருந்து ரெஃபர் பண்ண ஜீப் சஃபாரி நம்மளை அந்த ஸ்பைஸ் கார்டனுக்கு கூட்டிகிட்டு போகிறாங்க. வாங்க நம்ம போய் அங்கே என்னென்னலாம் இருக்குன்னு பார்க்கலாம். അപ്പോൾ അത് വന്ന് നമുക്കൊരു 2 മാസം കണ്ടിന്യൂ ആയിട്ട് അപ്ലൈ பண்ணுമ്പോൾ ഈ ഫേസിൽ എല്ലാം മാറും. ബ്യൂട്ടി പാർലറിൽ പോയാലും പോകാതെ അപ്പോൾ അതിനുള്ള മെഡിസിൻ കാണിച്ചു. അപ്പോൾ ഇതിൻ്റെ പേര് വന്ന് കല്ലുരുക്കിന്ന് ഇല്ലും കിഡ്നി സ്റ്റോൺ. കിഡ്നിയിലെ സ്റ്റോൺ ഇരുന്നാൽ എപ്പോഴും നമ്മൾ ഇംഗ്ലീഷ് മെഡിസിനിൽ പോയാലും ഓപ്പറേഷൻ പണിയാലും അത് തിരുപ്പി വരും. അപ്പോൾ ഇതിലെ ഒരു മെഡിസിന് ഇത് 3 മാസം കുടിക്കുന്നതുള്ള മെഡിസിൻ 3 മാസം കുടിക്കുമ്പോൾ നമ്മുടെ കിഡ്നിയിലെ സ്റ്റോണ് യൂറിൻ്റെ കൂട്ടത്തിൽ മെൽറ്റായി ക്ലിയർ ആയിടും. അപ്പം ഇത് കിഡ്നി സ്റ്റോണിനുള്ള മെഡിസിൻ ഇതിൽ തയ്യാറാണ്. ഇത് പിന്നെ ബാമ്പു ഗ്രാസിന് ചൊല്ലും. ഇത് നമുക്ക് ഒരു റൂട്ട് തണ്ണയിലിട്ടാൽ ഇതിൽ നിറയെ റൂട്ട് പിടിയെ വരും. இந்த மாதிரி വരും. വീട്ടിനുള്ളിൽ വെച്ചാൽ നമുക്ക് നല്ല പോസിറ്റീവ് എനർജി കിടക്കും. അത് വീട്ടിൽ കുറച്ച് തണ്ണിയിൽ എടുത്തിട്ട് ഒരു ബൗളിൽ കുറച്ച് തണ്ണി എടുത്തിട്ട് ഇതിൽ ഒരു റൂട്ട് ഇട്ടാലും നല്ല നമുക്കൊന്ന് പോസിറ്റീവ് എനർജി കിടക്കും. ബാമ്പു ഗ്രാസ് பாசிட்டிவ் எனர்ஜி இது പിന്നെ ഏലക്ക വന്ന് റൂട്ടിലേ വരും. இந்த மாதிரி ഇതിലെ നമ്മൾ ചിന്ന എപ്പോഴേ ഒരു സ്റ്റമ്പ് വെക്കുന്നു. ഒരു 3 മാസത്തിൽ ഇത് നിറഞ്ഞിടും. അപ്പോൾ ഇതിന് വന്ന് 2 റൂട്ട്, ഒരു റൂട്ട് മണ്ണിനുള്ളിൽ പോകും, ഒരു റൂട്ട് വന്ന് മണ്ണിന് മേലെ വരും. അപ്പോൾ മണ്ണിന് മേലെ വരുന്ന റൂട്ട് ഏരിയൽ റൂട്ട്. മുതൽ ഏരിയൽ റൂട്ടിലെ വെള്ളപ്പൂ വരും. പിന്നെ ഒരു 90 നാളിൽ ഇതിലെ കായ് വരും. പിന്നെ 45 നാളിൽ ഇത് പഴുക്കും. നല്ല പഴുത്ത കായ എടുക്കും. നമ്മൾ ഡ്രയറിലിട്ട കായ വെക്കുമ്പോൾ 5 കിലോ എടുത്താൽ നമുക്ക് 1 കിലോ കിടക്കും. 5 കിലോ 1 കിലോ അതിനാലെ വില ജാസ്തി. കാന്താരി മുളക് കാന്താരി മുളക് ഇത് വന്ന് നമ്മൾ കൊളസ്ട്രോൾ കൺട്രോൾ പണ്ണാനൊക്കെ നല്ലത്. ചിലർക്ക് വന്ന് കൊളസ്ട്രോൾ നിറയെ അപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് മെഡിസിൻ എടുത്താലും ചിലർക്ക് വന്ന് കൺട്രോൾ പണ്ണ മുടിയാതെ. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ തന്നെ സാപ്പാടിൻ്റെ കൂട്ടത്തിൽ ഇല്ലെങ്കിൽ നമ്മൾ തന്നെ ചപ്പാത്തിയുടെ കൂട്ടത്തിൽ 1-2 എടുത്ത് സാപ്പിട്ടാൽ നമുക്ക് കൺട്രോൾ ആകും. எவ்வளோ நாளில் கண்ட்ரோல் ஆகும்? നമ്മൾ മെഡിസിൻ എടുക്കണമേ. കൊളസ്ട്രോളിന് വന്ന് മെഡിസിൻ എടുക്കണം. അത് 3 മാസത്തിൽ നമുക്ക് കൺട്രോളിലായിടും. ഇപ്പം നമ്മളിപ്പോൾ എന്നാ ഒരു ഫുഡ് സപ്ലിമെൻറ്റ് அந்த மாதிரி ഇപ്പം നമ്മൾ അതിനെ പച്ചമുളക് സാപ്പിടുന്നു. அந்த மாதிரி ഒന്നെടുത്ത് அப்படியே சாப்பிட்டா போதும். അപ്പോൾ അത് കൺട്രോൾഡായിടും. இது இங்கிலீஷ் மெடிசன் எடுக்கிறவங்க சாப்பிடலாமா? ഇതില്ല, ഇത് ഒരു നോർമല്. ഇപ്പം മെഡിസിൻ എടുത്താൽ പോതും. മെഡിസിൻ വന്ന് അതെടുത്താൽ ഒരു 3 മാസം കുടിക്കത്തുള്ള മെഡിസിൻ അത് വന്ന് നമ്മുടെ എന്നാ കൊളസ്ട്രോൾ കൺട്രോളിലായിട്ട്. இப்போ அது சாப்பிடும்போது பத்தியம் அந்த மாதிரி പത്തിയൊന്നുമില്ല. അപ്പം ഇത് വന്ന് പട്ടയോടെ മരം പട്ട ഇതിൻ്റെ മേലയിൽ വന്ന് സാദാ പട്ട, മേലയിലെ സാദാ പട്ട. ഇതിൻ്റെ ഉള്ളിലിരിക്കുന്ന റോൾസിന് ചുരുൾപ്പട്ട തരിമില്ലേ, അതിൻ്റെ ഉള്ളിലെ ഇത് വുഡ് വന്ന് ചുരുൾപ്പട്ട. മേലെ ഇരിക്കുന്ന ബ്രിഞ്ചിയില ബിരിയാണി. ഇതല്ല സാർ, മേലെ കായ വെച്ചിട്ട്. പിന്നെ ഇത് വന്ന് കൊടി മിളക്. இந்த பே லீஃப் மரம் தான் அந்த சுருள்பட்டை. അപ്പോൾ ഇതിൽ വന്ന് നമുക്ക് വന്ന് പെപ്പറിലെ വന്ന് 3 വെറൈറ്റി. ബ്ലാക്ക് പേപ്പർ, വൈറ്റ് പേപ്പർ, ഗ്രീൻ പേപ്പർ. മുതലേ വന്ന് ഗ്രീൻ പേപ്പർ നമ്മൾ പിക്കിൾസിന് യൂസ് പണം. ബ്ലാക്ക് പേപ്പർ എന്ന് വെച്ചാൽ സൺലൈറ്റിൽ കായ വെക്കുന്ന ബ്ലാക്ക് പേപ്പർ. വൈറ്റ് പേപ്പർ എന്ന് വെച്ചാൽ നമ്മൾ അതിൻ്റെ സ്കിൻ വന്ന് റെഡ് കളറിലേ ആയിടും, മെച്ചുറായിടും. അതെടുത്ത് സ്കിൻ ഉരിച്ചിട്ട് നമ്മൾ ഡ്രയറിലിട്ട് കായ വെക്കുന്ന വൈറ്റ് പേപ്പർ. അപ്പോൾ 3 വെറൈറ്റി.
ഇതിൻ്റെ ഈ പ്ലാന്റിൻ്റെ പേര് വന്ന് വാതക്കൊല്ലി എന്ന് ചൊല്ലും. വാതക്കൊല്ലി നമുക്ക് വന്ന് ഇപ്പം ഒരു കൊഞ്ചം ഏജ് ആയാലും ഇപ്പം നമുക്ക് എല്ലാവർക്കും ചിലർ വന്ന് ഇരുന്ന് വേല പാക്കുന്നവർ നമുക്ക് വന്ന് മൂട്ടുവലി വരും. മൂട്ടുവലി, കട്ട് സൗണ്ട് വരും, പാദത്തിനുള്ള എരിച്ചിൽ വരും. അപ്പം നമ്മുടെ വയറ് വലിയും തലവലിയും തവര്, നീ പെയിൻ, മസിൽ പെയിൻ, ജോയിൻറ്റ് പെയിൻ, ആർത്തറൈറ്റിസ് പ്രോബ്ലം, ഡിസ്ക് കംപ്ലൈൻറ്റ്, മൊത്തത്തിൽ നമ്മുടെ വലിക്കുള്ള ഒരു മെഡിസിന് ഇപ്പം വീട്ടിലെ അപ്പ അമ്മക്കൊക്കെ നമുക്ക് വന്ന് അവർക്ക് വന്ന് മൂട്ടുവലി ഇല്ലെങ്കിൽ ജോയിൻറ്റ് പെയിൻ, നീ പെയിൻ, മസിൽ പെയിൻ, അന്തമാതിരി പ്രോബ്ലം. അപ്പം നമ്മൾ പെയിൻ കില്ലർ സാപ്പിടും. പെയിൻ കില്ലർ സാപ്പിട്ടിട്ട് നമുക്ക് 10 മിനിറ്റിൽ ക്ലിയർ ആയിടും. പിന്നെ തിരുപ്പി വരും. അതിൽ നിറയെ സൈഡ് എഫക്റ്റ് വരും. പാൻക്രിയാസ് വർക്കാകാതെ വരും. കിഡ്നി ഫെയിലായിടും. അന്തമാതിരി അതിലും ബദല് ഇത് നമ്മളൊരു ഓയിൽ അപ്ലൈ പണ്ണാനുള്ള ഒരു ഓയിൽ, അത് കൊഞ്ചം ഓയിൽ കുഴി അളവിൽ എടുത്തിട്ട് ഇപ്പം നമുക്ക് മൂട്ടിലെ വലിയില്ല, ജോയിൻറ്റിലെ വലി, ബാക്കിലെ വലി അന്തമാതിരി ഇരുന്നാൽ ഒരു 2-3 തടവ് ക്ലോക്കോയ്സ്, 2-3 തടവ് ആൻറ്റി ക്ലോക്കോയ്സ് അപ്പടി തേച്ച് വിട്ടാൽ പോതും. നമുക്കൊരു 2 മാസം കണ്ടിന്യൂ ആയിട്ട് നമ്മൾ തേച്ചാൽ ഒരു കോഴ്സ് മാതിരി തേച്ച് വിട്ടാൽ നമ്മുടെ വലിയെല്ലാം മൊത്തത്തിൽ ക്ലിയർ ആയിടും. ഇപ്പോൾ ആർത്തറൈറ്റിസ് പ്രോബ്ലം ഇരുന്നാലും മൊത്തത്തിൽ നമ്മുടെ വയറുവലിയും തലവലിയും തവരെ മൊത്തം നമ്മുടെ എല്ല് സംബന്ധമായ പ്രോബ്ലം മൊത്തത്തിൽ ഇത് ക്ലിയർ പണ്ണാനുള്ള ഒരു മെഡിസിൻ ഇത് അപ്ലൈ പണ്ണണം. പിന്നെ ചിലർക്ക് വന്നുകഴിഞ്ഞാൽ എല്ലിൻ്റെ ഉള്ളിലെ ജെല്ലില്ല, എല്ല് തേയ്മാനം, അതിൽ ഇപ്പം വണ്ടിയുടെ ഉള്ളിലെ ഗ്രീസ് ഇല്ലാത്തതിനാൽ പിന്നെ കട്ട് സൗണ്ട് വരും. അന്ന മാതിരി നമ്മുടെ എല്ലിൻ്റെ ഉള്ളിലെ ജെല്ല് തീർന്നാൽ നമുക്ക് വന്ന് കട്ട് സൗണ്ട് വരും. അന്നമാതിരി ജെല്ല് തിരുപ്പി വരാനും ഒരു മെഡിസിൻ അത് സാപ്പിടണം. ഒരു 6 മാസം സാപ്പിടുമ്പം നമ്മുടെ എല്ലിൻ്റെ ഉള്ളിലെ ജെല്ല് തിരുപ്പി വരും. ഇപ്പം നമ്മൾ വിറ്റാമിൻ, കാൽസ്യം അന്തമാതിരി ടാബ്ലറ്റ് എടുത്തിട്ട് സാപ്പിടണം. അതിലേ നമുക്ക് വന്ന് സൈഡ് ഇഫക്റ്റ്. അപ്പോൾ ഈ എന്തമാതിരി മെഡിസിൻ എടുത്താൽ നമുക്ക് സൈഡ് എഫക്റ്റ് കൊടുക്കാതെ ഒരു 6 മാസം സാപ്പിടണം. ഇത് വന്ന് 2 മാസം ഓയിൽ അപ്ലൈ പണിയാൽ പോതും. ഇപ്പം പിള്ളകൾ എവിടെയെങ്കിലും അടിപ്പെട്ട് വീണാലും നമ്മൾ വന്ന് കൊഞ്ചം ഓയിൽ ഇതിൽ അപ്പടിയെ തേച്ച് വിട്ടാൽ മുറിവ് ക്ലിയർ പണ്ണാനും നല്ലത്. പിന്നെ വന്ന് ഫുൾ ബോഡി മസാജിനും നല്ലത്. അതിനുള്ള ഓയിൽ. പിന്നെ ഇതിൻ്റെ പേര് വന്ന് അശ്വഗന്ധ സാപ്പിട്ടിരിക്കാം ഇല്ല അശ്വഗന്ധ എന്ന് വെച്ചാൽ കിങ് ഓഫ് ആയുർവേദ എന്ന് ചൊല്ലും. ആയുർവേദത്തിൻ്റെ രാജ അശ്വഗന്ധ എന്ന് വെച്ചാൽ ഒരാൾ വന്ന് 6 മാസം സാപ്പിട്ടാൽ പോതും. പിന്നെ തിരുപ്പി എടുക്കേണ്ട തേവയില്ല. തിരുപ്പി വേണമെങ്കിൽ നമ്മൾ ഒരു 20 വർഷം 25 വർഷം കഴിഞ്ഞ് സാപ്പിട്ടാൽ പോരും. ഇപ്പോൾ ഒരു 80 വയസ്സുള്ള ഒരാൾ അശ്വഗന്ധ സാപ്പിട്ടാൽ ഒരു 25 വയസ്സുള്ള ഒരാൾ മാതിരി എനർജി കിടക്കും. അതുമാതിരി ഇരിക്കും. അപ്പം നമ്മുടെ ഫുൾ സ്റ്റാമിന ഉടമ്പ് വന്ന് മൊത്തത്തിൽ കൊളസ്ട്രോള്, പ്രഷറ്, ഷുഗറ് എല്ലാത്തിനും നമ്മൾ മെഡിസിൻ എടുക്കണം. അപ്പോൾ എല്ലാം നമുക്ക് വന്ന് മൊത്തത്തിൽ നമ്മുടെ ഉടമ്പ് പാതുകാക്കാനുള്ള എല്ലാത്തിനും നമുക്ക് ഒരേ ഒരു മെഡിസിൻ അശ്വഗന്ധ. അപ്പോൾ ഇത് നമ്മൾ ക്യാപ്സൂൾ ഫോമിലേ വരും, ടാബ്ലറ്റ് ഫോമിലേ വരും, പൗഡർ ഫോമിലേയും വരും. അപ്പോൾ ഇത് നമ്മൾ 6 മാസം സാപ്പിട്ടാൽ ഇപ്പോൾ എല്ലാവർക്കും ഒരു 30 വയസ്സ് 40 വയസ്സ് അന്തമാതിരി ഇരുന്നാൽ അവർക്ക് എല്ലാവർക്കും അവരുടെ ഉടമ്പ് വന്ന് സ്ട്രെങ്ത്, സ്റ്റാമിന വെക്കും. നമ്മുടെ ഉടമ്പിലെ ഇമ്മ്യൂണിറ്റി പവർ, ഹൈ പവർ, സ്ട്രെങ്ത്, സ്റ്റാമിന, അതിനുള്ള മെഡിസിൻ 6 മാസം പോതും. ഇത് പിൽസ് ഫോമില ഇരുന്നാൽ എല്ലാവർക്കും നല്ലതാണ്. നമുക്ക് വന്ന വെയിൻ്റെ പ്രോബ്ലം, ചിലർക്ക് ഞരമ്പ് തളർച്ച, ചിലർക്ക് വന്ന് ക്ഷീണം, കൈ ആടുന്നു, ചിലർക്ക് തലയാടുന്ന അന്തമാതിരി പ്രോബ്ലം വരും. അന്തമാതിരി മൊത്തത്തിലെ പ്രോബ്ലം ക്ലിയർ പണ്ണാനും നമ്മുടെ ഹെൽത്ത് സ്റ്റാമിന വെക്കാനുള്ള ഒരേ ഒരു മെഡിസിൻ ഞാൻ ചൊല്ലുന്ന ഓക്കെയാണ്. അപ്പോൾ അതിനുള്ള മെഡിസിൻ ഇപ്പം സാറിന് നല്ലത്, മേമിനും നല്ലത്. അപ്പോൾ ഇന്നമാതിരി മെഡിസിൻ സാപ്പിട്ടാൽ നമുക്ക് വന്ന് ഇനി നമുക്ക് എന്ത് നോവിയും വരാതെ മൊത്തത്തിലെ നോവുകളെ തടുത്തു വിടാനുള്ള ഒരേ ഒരു മെഡിസിൻ ഇത് വന്ന് അശ്വഗന്ധ. ഇത് വന്ന് കേശവർദ്ധനി മുടിക്ക്. ഇപ്പം വന്ന് എല്ലാവർക്കും വന്ന് മുടിക്ക് നിറയെ പ്രോബ്ലം, ഹെയർ ഫോളിൻ്റെ പ്രശ്നം, ഡാൻഡ്രഫിൻ്റെ പ്രശ്നം, മുടി ഉതിരുന്ന്, ചിലർക്ക് വന്ന് മുടി കൊട്ടുന്നു, അന്തമാതിരി പ്രശ്നം. ഇപ്പം ഇതെപ്പടിയെന്ന് വെച്ചാൽ ഇത് നമ്മളൊരു 45 മൂലിക ചേർത്ത് തയ്യാർ പണിയ ഒരു മെഡിസിൻ, ഹെയർ ട്രീറ്റ്മെൻറ്റ്. ഇപ്പം വന്ന് വെള്ളമുടി വരുന്നു, വെള്ളമുടി ഇരുന്നാൽ പിന്നെ ചിന്ന പിള്ളകളിലെ വെള്ളമുടി ഇരുന്നാൽ നമ്മൾ വന്ന് ഡൈ പണ്ണുമില്ല, കളർ തേക്കും. കളർ തേച്ചാൽ നമുക്ക് മൊത്തത്തിലെ ഒരു വാരത്തിലെ മൊത്തത്തിലെ മുടി വെള്ളമുടിയായിടും. അപ്പം ഇത് വന്ന് മുടിക്ക് മൊത്തത്തിലെ ഒരു ട്രീറ്റ്മെൻറ്റ്. ഇത് ഒരു 8 മാസം യൂസ് പണിയാൽ പോതും. പിന്നെ തിരുപ്പി എടുക്കേണ്ട തേവയില്ല. അപ്പം എപ്പടി അപ്ലൈ பண்ணணும்னு വെച്ചാൽ കൊഞ്ചം ഓയിൽ എടുത്തിട്ട് ഒരു കിണ്ണത്തിൽ ഇട്ടിട്ട് നമ്മുടെ 10 ഫിംഗർ മുക്കി സ്കാൽപ്പിലെ മസാജ് പണ്ണണം. മൊത്തത്തിലെ മുടിക്ക് തേവയില്ല. സ്കാൽപ്പിലെ മസാജ് പണി അപ്പയെ വിട്ടിടണം.
നമുക്ക് വന്ന് നമ്മുടെ മുടി എന്നിട്ട് കാലിൽ എന്തിരിച്ച് നോർമൽ ഷാമ്പൂവിൽ വാഷ് പണിയാൽ പോതും. വാഷ് பண்ணணும்ന്നില്ല, അത് നമ്മുടെ വിருப்பം. അന്നമാതിരി നമ്മളിത് അല്ലെങ്കിൽ നമ്മൾ കുളിക്കുന്നതിന് 1 മണിക്കൂർ മുന്നാടി അപ്ലൈ പണിയാലും നല്ലത്. ഇല്ലെങ്കിൽ വേലയ്ക്കൊക്കെ പോകുന്നവർ എന്നാ கொஞ்சம் എടുത്തിട്ട് അപ്ലൈ பண்ணிட்டு அப்படியே വേലയ്ക്ക് പോയാലും തിരിപ്പ് വന്ന് കുളിച്ചാലും പോതും. അപ്പോൾ മൊത്തത്തിൽ ഇത് വന്ന് മുടി വളരാൻ, തിക്കാകാൻ, ബ്ലാക്ക് ആകാൻ, ഡാൻഡ്രഫ്, ഹെയർ ഫോള് മൊത്തത്തിൽ. പിന്നെ പിത്തം കുറയ്ക്കാൻ നല്ലത്. കലയിൽ എന്തിരിക്കുമ്പോൾ തുമ്മൽ വരും, അന്തമാതിരി പ്രശ്നം മൊത്തത്തിൽ ക്ലിയർ பண்ணാനുള്ള ഒരു മെഡിസിൻ ഹെയർ ട്രീറ്റ്മെൻറ്റ് ഓയിൽ. ഇത് പിന്നെ ബ്രഹ്മി, വല്ലാറ, ശംഖുപുഷ്പി ഇത് 3 കൂടെ ചേർത്തൊരു മെഡിസിന് ഇപ്പം വന്ന് എന്നാ ഇപ്പം പിള്ളേർക്ക് വന്ന് ஞாபகശക്തി ഇല്ല. പഠിക്കുന്ന പിള്ളേർക്ക് ஞாபகശക്തി കൂടാൻ, കൺപാർവ കൂടാൻ. ഇപ്പം ചിന്ന പിള്ളേരിലേ വന്ന് കണ്ണാടി പോടുന്നു, അവർക്ക് വന്ന് കൺപാർവയില്ല. അപ്പം കൺപാർവയ്ക്ക് നല്ലത് എന്നാ ஞாபகശക്തിക്ക് നല്ലത്. പിന്നെ വന്ന് പെട്ടെന്നുള്ള കോപം, മൈൻഡ് ഡിപ്രഷൻ, ചിലർക്കൊന്ന് ചെവി കേൾക്കാതെ, പല്ലിന് ബലം கிடைக்காது, അന്നമാതിരി മൊത്തത്തിൽ നമ്മുടെ എന്നാ ഹെഡിൻ്റെ കഴുത്തിന് മേലെയുള്ള പ്രോബ്ലം നമ്മൾ ക്ലിയർ பண்ணാനുള്ള മെഡിസിൻ. ഇത് വന്ന് പിള്ളേർക്ക് ഇപ്പം നമ്മൾ ഗോൺവിറ്റ ബൂഷൻ എല്ലാം കൊടുക്കുന്നു, അതിൽ നിറയെ കെമിക്കൽ. അപ്പോൾ അതിന് ബദല് ഇത് വന്ന് പൗഡർ ഫോമിലെ പിള്ളേർക്ക് വന്ന് പൗഡർ ഫോമിലേ വരും. ഇത് പാലിലെ ചേർത്ത് കാലിലെ 1 സ്പൂണ്, നൈറ്റിൽ 1 സ്പൂൺ അന്നമാതിരി കൊടുത്താലും നല്ലത്. ഒരു 15 വയസ്സിന് മേലെ ഇരിക്കുന്നവർക്ക് പിൽസ് ഫോമിലേ വരും. അവർക്ക് വന്ന് ஞாபகശക്തി കൂടാൻ, കൺപാർവ മൊത്തത്തിൽ നമ്മുടെ ബ്രെയിൻ ടോണിക് എന്ന് ചൊല്ലും. ഇത് കർപ്പൂരവല്ലി, ഇത് ഇൻഡിക്കോ പ്ലാന്റ്. ഇൻഡിക്കോ പ്ലാന്റ് അത് നമ്മളിപ്പം മെഡിസിൻ, ഹെയർക്ക് മെഡിസിൻ അതിലേ ആഡ് പണ്ണുന്ന ഇത്. പിന്നെ വന്ന് ഇത് വെനില എസൻസ് വെളിയിൽ നിന്ന് വാങ്ങി നമ്മൾ യൂസ് പണ്ണുന്നു. അതിൻ്റെ ഉള്ളിലെ കെമിക്കൽ അത് ഇത് എപ്പോഴെന്ന് വെച്ചാൽ നമ്മളിപ്പം വെനില ബീൻസ് വാങ്ങിപ്പോയാൽ ഒരു 2 കിലോ ഷുഗർ വാങ്ങി ഒരു ഡപ്പയിൽ വെച്ചാൽ ഒരു ബീൻസ് എടുത്ത് ചിന്നതായിട്ട് കട്ട് പണിയിട്ട് അതിൻ്റെ ചീനിക്കുള്ളിലെ ആഡ് പണി വെക്കണം. ഷുഗറിൽ ആഡ് പണിയിട്ട് 1 വാരത്തിൽ നമ്മൾ ഷുഗർ എടുത്താൽ ഷുഗറിൽ നിറയെ വനില എസൻസ് വരും. അതെടുത്ത് നമ്മൾ ഐസ്ക്രീം, കേക്ക് എന്ന് വേണേലും ചെയ്യാൻ നല്ലത് ഇത്. പിന്നെ വന്ന് ഇത് മിറാക്കൽ ഫ്രൂട്ട്, ചിന്ന ഒരു ഫ്രൂട്ട്. യൂട്യൂബിലെ பார்த்தாலும் தெரியும் നമുക്ക് വന്ന്. ഇത് ചിന്ന ഒരു ഫ്രൂട്ട്. ഇത് നമ്മൾ സാപ്പിടുമ്പോൾ ഇതിന്റെ ഇനിപ്പ് നേരം നമ്മുടെ വായില ഇപ്പം പുളി സാപ്പിട്ടാലും നമുക്ക് ഇനിപ്പ് വരും. ഇത് വന്ന് ഒരു മെഡിസിൻ. ഇപ്പം സാറിന് നല്ലത്, മേമിന് നല്ല എന്നാ ഡാർക്ക് സർക്കിൾ. ഇപ്പം സാറിന് വന്ന് ഇങ്ങനെ കളർ കറുപ്പ് വരും. ഇപ്പം മേമിന് വന്ന ഡാർക്ക് സർക്കിൾ നിറയെ വന്നു. അപ്പം നമ്മൾ നിറയെ ട്രീറ്റ്മെന്റ് എടുത്താലും നമുക്കന്ന് അത് ആകാതെ ഇത് നമ്മൾ 2 മാസം കണ്ടിന്യൂ ആയിട്ട് അപ്ലൈ പണ്ണാനുള്ള ഒരു മെഡിസിൻ. ഇത് നമ്മൾ നൈറ്റിലെ വാം വാട്ടറിൽ നല്ല ഫേസ് വാഷ് പണിയിട്ട് ഒരു കോട്ടൺ തുണി വെച്ച് നല്ല തണ്ണി തുടച്ച് വിടണം. തുടച്ച് വിട്ടിട്ട് നമുക്ക് അതൊരു സിറം അതെടുത്ത് മൊത്തത്തിൽ നമ്മൾ നെക്ക് വരെ, നമ്മുടെ ഇപ്പം നെക്കിലെ കറുപ്പ് പാട് അതെല്ലാം മാറും. അത് നെക്ക് വരെ അപ്ലൈ പണിയിട്ട് നമ്മുടെ ഫിംഗർ വെച്ച് നല്ല മസാജ് പണി വിടണം. അപ്പടിയേ വിട്ടിടണം. കാലയിൽ എന്തിരിച്ച് നോർമൽ തണ്ണിയിൽ വാഷ് பண்ணணும். പടുക്കുന്നതിന് മുന്നാടി അപ്ലൈ പണിയാൽ പോതും. ഇത് നമ്മളൊരു കണ്ടിന്യൂ ആയിട്ട് 2 മാസം ഡെയിലി അപ്ലൈ പണ്ണുമ്പോൾ അപ്പം ഡാർക്ക് സർക്കിൾ, പിമ്പിൾസ്, പിഗ്മെൻറ്റേഷൻ, അക്നി, റിങ്കിൾസ് അത് മൊത്തത്തിൽ ക്ലിയർ ആയിട്ട് 2 മാസം കണ്ടിന്യൂ ആയിട്ട് അപ്ലൈ പണ്ണും. ഇത് പിന്നെ തിറുപ്പിലാന്ന് ചൊല്ലും. തിറുപ്പില ഇത് വന്ന് നമുക്ക് എന്നാ നമ്മുടെ ത്രോഡ് സംബന്ധമായ പ്രോബ്ലം. ചിലർക്ക് വന്ന് തണ്ണി മാറി കുടിച്ചാൽ നമ്മുടെ തൊണ്ടയിലെ കിച്ച് വരും. ചിലർക്ക് വന്ന് വെതർ ചേഞ്ചിനാലേ നമുക്ക് വന്ന് എന്നാ ത്രോഡ് സംബന്ധമായ പ്രോബ്ലം വരും. അതെല്ലാം ക്ലിയർ പണ്ണാനും. പിന്നെ വന്ന് ഗ്യാസ്, അസിഡിറ്റി, കോൺസ്റ്റിപ്പേഷൻ. ഇപ്പം ഗ്യാസ് ചിലർക്ക് വന്ന് വയറുപ്പസമാകുന്നു, പുളിച്ചേപ്പം വരുന്നു, ഡൈജഷൻ ആകാതെ വരുന്നു, അന്തമാതിരി പ്രോബ്ലം ഇരുന്നാലും നമ്മൾ കുടിക്കുള്ള മെഡിസിൻ ഇരിക്കും. പിന്നെ വന്ന് കോൺസ്റ്റിപ്പേഷൻ കൂടി നമുക്ക് വന്ന് പൈൽസ് പ്രോബ്ലം വരും. പൈൽസ് മൂലം, ഉൾമൂലം, വെളിമൂലം അന്തമാതിരി പ്രോബ്ലം വരുന്നാൽ നമ്മൾ ഇംഗ്ലീഷ് മെഡിസിനിൽ പോയാലും നമുക്ക് വന്ന് ക്ലിയർ ആകാതെ ഓപ്പറേഷൻ പണ്ണും. അതിലെ ഉള്ളേ ഓരോ റൂട്ട് ഇരിക്കും, അത് പോകാതെ ഇത് നമ്മൾ ഇതിൻ്റെ മെഡിസിൻ സാപ്പിടുമ്പോൾ അതും പോയി നല്ല ക്ലിയർ ആയിടും. അപ്പം നമുക്ക് മോഷൻ നല്ല പോകും. ചിലർക്ക് വന്ന് ബ്ലീഡിങ് വരും. അന്തമാതിരി പ്രോബ്ലം എല്ലാം ക്ലിയർ പണ്ണി നമ്മുടെ വയർ ക്ലീൻ പണ്ണാനും ത്രോഡ് സംബന്ധമായ പ്രോബ്ലം ക്ലിയർ പണ്ണാനും നല്ലത്.
ഇത് വന്ന് പെരുങ്കായം വന്ന് നമ്മൾ പൗഡർ യൂസ് பண்ணுന്നു. അതിൻ്റെ ഉള്ളിൽ 80% ആട്ട, ലേബലിലേ ഇരിക്കും 80% ആട്ട. അപ്പോൾ ഇത് വന്ന് ഇത് சின்ன மரம், பெரிய மரம் ஆகுമ്പോൾ இதில் வந்து ரப்பர் பால் எப்படி எடுக்கணும் அந்த மாதிரி பால் எடுத்து கம் ஆக்கிடும். അപ്പോൾ അത് നമ്മൾ എപ്പടിയെന്ന് വെച്ചാൽ கொஞ்சம் ചൂട് പണി വീട്ടിൽ വാങ്ങിപ്പോയ கொஞ்சம் ചൂട് പണി ഇടിച്ച് പൗഡർ പണി വെച്ചാൽ ഒറിജിനൽ പെരുങ്കായം ഇതിലേക്ക് കിട്ടും. ഇത് നമുക്ക് ഡൈജഷന് നല്ലത്. നമ്മൾ രസത്തിലെ പോടുന്നു, സാമ്പാറിലെ പോടുമ്പോൾ നമുക്ക് ഡൈജഷൻ നല്ലതാവും, ഗ്യാസ് വരാതെ ഇതിൽ. പിന്നെ ഇത് വന്ന് ഇൻസുലിൻ പ്ലാന്റ്, ഡയബറ്റിക്കിനുള്ള. വീട്ടിലെ ആർക്കെങ്കിലും ഡയബറ്റിക് ഇരിക്കുക സാർ, ഇൻസുലിൻ ഇൻസുലിൻ പോടും. അപ്പൊ ഇൻസുലിൻ എതുക്ക് പോടുന്നെന്ന് വെച്ചാൽ നമ്മുടെ പാൻക്രിയാസ് വർക്കല്ല, അതിനാലേ அந்த மாதிரி പ്രോബ്ലം വരും. അപ്പൊ ഇത് നമ്മള് ഇതിന്റെ മെഡിസിൻ 6 മാസം സാപ്പിട്ടാൽ പോതും, ലൈഫ് ലോങ് എടുക്കേണ്ട തേവയില്ല. ഇതെന്ന് വെച്ചാൽ നമ്മളൊരു മെഡിസിൻ പിൽസ് ഫോമിലേ വരും. ഇത് എടുത്താൽ ഇംഗ്ലീഷ് മെഡിസിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഇതും സാപ്പിടണം. അപ്പോൾ എപ്പോഴെന്ന് വെച്ചാൽ മുതലേ നമ്മുടെ ടെസ്റ്റ് റിസൾട്ട് എടുത്തിട്ട് ഒരു സൈഡിലേ വെക്കണം. എന്നിട്ട് ഇംഗ്ലീഷ് മെഡിസിന് അല്ലെങ്കിൽ ഇൻസുലിൻ എടുത്താൽ വെറും വയറ്റിലെ അപ്പം മുതലേ എടുക്കണം. അത് ഒരു അരമണി നേരം കഴിയുമ്പോൾ ഇതിലെ മെഡിസിൻ എടുക്കണം. ഇത് രണ്ടും കൂടെ ചേർത്ത് 1 മാസം. പിന്നെ നമ്മൾ വീണ്ടും ടെസ്റ്റ് റിസൾട്ട് பார்க்கணும். അത് രണ്ടും കൂടെ കമ്പയർ பண்ணணும். കമ്പയർ பண்ணிட்டு ഇംഗ്ലീഷ് മെഡിസിൻ്റെ ഡോസേജ് കമ്മി பண்ணிட்டு ഇത് നമ്മൾ 6 മാസം സാപ്പിടുമ്പോൾ നമ്മുടെ ഡയബറ്റിക് കൺട്രോളിലായിടും. പിന്നെ വന്ന് നമുക്ക് ഡയബറ്റിക് വരാതെ. അപ്പോൾ ഇൻസുലിൻ്റെ ലെവൽ ക്ലിയർ ആയിടും, പാൻക്രിയാസ് നല്ല വർക്കായിടും. പിന്നെ വന്ന് മുക്കണി സാപ്പിടக்கூடாது. മുക്കണി തരുമില്ല സാർ, അതും സാപ്പിടக்கூடாது. പിന്നെ ജ്യൂസ് ഐറ്റങ്ങൾ നിറയെ കുടിക്കக்கூடாது. ഇപ്പം നമുക്ക് വന്ന് വീട്ടിലെ താത്തായ്ക്ക് ഡയബറ്റിക് ഇരിക്കുക. ഇപ്പം നമുക്ക് വന്ന് ഭയം നമ്മുടെ ഉടമ്പിലും വരുമോ. ഇപ്പം ബോർഡറിൽ ഇരുന്നാലും നമുക്ക് വന്ന് ഡയബറ്റിക് ഇല്ല, എന്നാലും നമ്മൾ ഇത് 6 മാസം സാപ്പിട്ടാൽ നമുക്ക് ഡയബറ്റിക് വരാം. പിന്നെ വന്ന് ഇത് ശതാവരി എന്ന് വെച്ചാൽ 100. ഇപ്പം ലേഡീസിൻ്റെ യൂട്ടറസ് സംബന്ധമായ പ്രോബ്ലം 100 വിഷയങ്ങൾ യൂട്ടറസിലായിരിക്കും. വൈറ്റ് ഡിസ്ചാർജ്, PCOD പ്രോബ്ലം, PCOS പ്രോബ്ലം, പിന്നെ വന്ന് തൈറോയ്ഡ് പ്രോബ്ലം, പിന്നെ മോനോപോസ് പ്രോബ്ലം. ഒരു 45 വയസ്സ് കഴിഞ്ഞാൽ മോനോപോസ് വന്നാൽ നമുക്കൊന്ന് ബ്ലീഡിങ് വരും, യൂട്രസിൽ കട്ടിയായിടും, ബ്ലീഡിങ്, പിന്നെ ക്യാൻസർ വരെ പ്രോബ്ലം വരും യൂട്രസിൽ. அந்த மாதிரி പ്രോബ്ലം ക്ലിയർ பண்ணാനുള്ള ഒരേ ഒരു മെഡിസിൻ നമ്മുടെ വന്ന് ലേഡീസിൻ്റെ വന്ന് യൂട്രസ് പാതുകാപ്പ് വെക്കാനുള്ള ഒരേ ഒരു മെഡിസിൻ ഇത് ശതാവരി. ഇപ്പം വന്ന പീരിയഡ്സ് റെഗുലർ ആകാതെ ചിലർക്ക് വന്ന് 2 മാസത്തിലേ വരും, ചിലർക്കൊന്ന് 1 മാസത്തിലേ വരും. ബ്ലീഡിങ്, ചിലർക്കൊന്ന് ബ്ലീഡിങ് നിറയെ വരും. അതുമാതിരി മൊത്തത്തിലെ യൂട്രസ് സംബന്ധമായ പ്രോബ്ലം ഇതിലെ ക്ലിയർ പണ്ണാനുള്ള മെഡിസിൻ. പിന്നെ രുദ്രാക്ഷയുടെ മരം, രുദ്രാക്ഷം. ഇതിലെ നമുക്ക് വന്ന് ഇതിലെ 1 മുഖം തൊട്ട് ഒരു 9 മുഖം വരെ ഇതിലേ വരും. 1 മുഖം അത് വന്ന് നിറയെ പൈസ വരും, കോസ്റ്റ്ലി ആയിട്ടും. പിന്നെ 4 മുഖം 5 മുഖം നമുക്ക് ഇതിലേ നിറയെ വരും. പിന്നെ വന്ന് ഇത് സർപ്പഗന്ധാന്ന് ചൊല്ലും. സർപ്പഗന്ധ സ്കിൻ പ്രോബ്ലത്തിന്, നമ്മുടെ സ്കിന്നിൽ നിറയെ പ്രശ്നങ്ങൾ, ഡ്രൈ സ്കിന്ന്, ചിലർ വന്ന് സോക്സ് പോടുമ്പോഴേ നമുക്ക് വന്ന് തന്നെ വേർപ്പിനാലെ അരിപ്പ് വരും. ചിലർ ഇന്നർ പോടുമ്പോൾ നമുക്ക് വന്ന് വേർപ്പിനാലെ അരിപ്പ് വരും. അന്ത മാതിരി പ്രശ്നം. പിന്നെ ഇച്ചിങ്, ഫംഗസ്, സോറിയാസിസ്, എക്സിമ. ഇപ്പം സോറിയാസിസ്, എക്സിമ വന്നാലും നമുക്കൊന്ന് ഇംഗ്ലീഷിലെ മെഡിസിൻ കിടയാതെ ആയുർവേദത്തിലെ മെഡിസിന് ഇത് വന്ന് അതിനുള്ള മെഡിസിൻ. ഇപ്പം വന്ന് നമുക്ക് ഉള്ളേ കുടിക്കാനുള്ള മെഡിസിൻ ഇരിക്കെ. ഇപ്പം സോറിയാസിസ്, എക്സിമ ഇരുന്നാലും നമ്മളെ മുതലേ നമ്മുടെ ബ്ലഡ് ക്ലീൻ പണ്ണണം, കുടൽ സുത്തം പണ്ണണം, ബ്ലഡ് ക്ലീൻ പണ്ണണം. അപ്പം നമ്മുടെ ഉള്ളേ ഇരിക്കുന്ന പ്രശ്നം ക്ലിയർ പണ്ണണം. പിന്നെ വന്ന് നമ്മൾ സ്കിന്നിലെ അപ്ലൈ പണ്ണാനുള്ള മെഡിസിൻ ഇരിക്കെ. അത് മൊത്തത്തിൽ നമ്മുടെ ക്ലിയർ ആകാനുള്ള ഫംഗസ് പ്രോബ്ലം, സോറിയാസിസ് അന്ത മാതിരി പ്രോബ്ലം ക്ലിയർ പണ്ണാനുള്ള ഒരേ ഒരു മെഡിസിൻ ഇത് വന്ന് സർപ്പഗന്ധാന്ന് ചൊല്ലും. ഇത് പിന്നെ കീഴാർനെല്ലി. ഫാറ്റ് ലിവറിന് നല്ലത്. ഫാറ്റ് ലിവർ, ജോണ്ടിസം, അതിനെല്ലാം ഉള്ള മെഡിസിൻ. ഇത് പിന്നെ കൊടംപുളി തരുമേ? തരും. മീനിലെ പോടുന്നത്. അപ്പം നമ്മൾ മീനിലെ പോടുമ്പോഴേ അത് തിരുപ്പി എടുത്തിട്ട് യൂസ് പണ്ണാനും നല്ലത്. ഒരു വാട്ടി നമ്മൾ എടുത്തിട്ട് യൂസ് പണി അത് നമ്മൾ മീൻ കുളമ്പ് തീർന്ന പിറകെ അതെടുത്ത് നല്ല
வாஷ் பண்ணணும். வாஷ் பண்ணிவிட்டு காய வச்சுட்டு திருப்பி നമ്മൾ യൂസ് பண்ணாനും നല്ലത്. പിന്നെ വന്ന് ഇത് നമ്മൾ സാപ്പിടുമ്പോൾ എപ്പോഴാന്ന് വെച്ചാൽ നമുക്ക് യൂറിക് ആസിഡ് കൺട്രോളിലായിടും. യൂറിക് ആസിഡ് തരുമില്ലേ, ഗൗട്ട് ആത്രേറ്റ്. അപ്പം യൂറിക് ആസിഡിനുള്ള മെഡിസിന് ഇതിലെ തയ്യാർ പണുന്നു. ഇത് ഒരു 3 മാസം കുടിക്കുമ്പോൾ നമ്മുടെ യൂറിക് ആസിഡ് കൺട്രോളിലായിടും. ഗൗട്ട് കൂടിയാലും നമുക്ക് യൂറിക് ആസിഡ് ആയിടും. അപ്പം പിന്നെ വന്ന് വെയിറ്റ് ലോസിന് വന്നാൽ ഇതും മസോപ്പിയോ എന്ന് വെച്ചാൽ ഒരു മെഡിസിനും ഒരു മരവും കൂടി ഇരിക്കും. അതിൻ്റെ വന്ന് ഗം എടുത്തിട്ട് നമ്മൾ വെയിറ്റ് ലോസിനുള്ള മെഡിസിൻ തയ്യാർ പണുന്നു. ഇപ്പം ചിലർ വന്ന് വാക്കിങ് പോകുന്നു, ചിലർ ജിമ്മിലെ പോകുന്നു, ഫുഡ് കൺട്രോൾ പണുന്നു. എന്നാലും നമുക്കൊന്ന് ക്ലിയർ ആകാതെ നമ്മുടെ വെയിറ്റ് കുറയാതെ ഇതിലെ മെഡിസിൻ ഒരു 6 മാസം സാപ്പിടുമ്പോൾ നമ്മുടെ മെറ്റബോളിസം വർക്കായി നമ്മുടെ എക്സ്ട്രാ ഫാറ്റ് പോയിടും. തേവയില്ലാത്ത ഫാറ്റെല്ലാം പോയി നോർമൽ സ്റ്റേജിലെ വന്ന് നമുക്കൊരു 20 കിലോ വെയിറ്റ് വരെ കുറയ്ക്കാനുള്ള ഒരു മെഡിസിൻ ഇതിലെ തയ്യാർ പണും. ഇത് പിന്നെ ആടത്തോട എന്ന് വെച്ചാൽ നമുക്ക് വന്ന് ആട് തൊടാത്ത ഒരേ ഒരു ഇല വന്ന് ആടത്തോട. ഇത് വന്ന് കഫ്, കോൾഡ്, ആസ്മ, ബ്രീത്തിങ് പ്രോബ്ലം, ബ്രോങ്കൈറ്റീസ്. ഇപ്പം ആസ്മ, അലർജി പ്രോബ്ലം ഇരുന്നാൽ നമ്മൾ പമ്പെടുത്താലും നമുക്ക് ക്ലിയർ ആകാതെ അത് വന്ന് ലെൻസ് എല്ലാമേ ചുരുങ്ങിடும். അപ്പോൾ ഇത് വന്ന് ആസ്മ, അലർജി, കല്ലിൽ എന്തിരിക്കുമ്പം തുമ്മൽ, നിറയെ തുമ്മൽ വരും. അത് വന്ന് എന്നാ സൈനസ് പ്രോബ്ലം, വീസിങ് പ്രോബ്ലം, ബ്രീത്തിങ് പ്രോബ്ലം, அந்த மாதிரி മൊത്തത്തിൽ ഇപ്പം ലെൻസിൽ എല്ലാമേ ചളി നിറയെ ഇരിക്കും. അതെല്ലാം മാറി ലെൻസ് ക്ലിയർ പണ്ണാനുള്ള മെഡിസിൻ ഇത് വന്ന് ആസ്മ, ബ്രീത്തിങ് പ്രോബ്ലം, ബ്രോങ്കൈറ്റീസ്. പിന്നെ വന്ന് ചിലർ മഴ പെയ്ച്ചാൽ ചിലർക്കൊന്ന് തുമ്മൽ വരും. ഒരു പുതിയ തുണി ഇട്ടാൽ നമുക്കൊന്ന് തുമ്മൽ വരും, അലർജി വരും. அந்த மாதிரி പ്രോബ്ലം മൊത്തത്തിൽ ക്ലിയർ പണ്ണാനുള്ള മെഡിസിൻ. ഇത് വന്ന് നൊച്ചി എന്ന് വെച്ചാൽ ഇത് വെള്ള നൊച്ചി എന്ന് ചൊല്ലും. ഇതില്ല, ഇത് വെരിക്കോസ് വെയിൻ തരുമോ, കാലിലെ ഞരമ്പ് ചൊല്ലും, അതിനുള്ള മെഡിസിൻ ഇത് നമ്മൾ ഇംഗ്ലീഷ് മെഡിസിനിൽ പോയാലും ഓപ്പറേഷൻ പണിയാലും തിരുപ്പി വരും. ഇത് അപ്പടിയില്ല. ഇത് കൊഞ്ചം ഓയിലെടുത്ത് നൈറ്റിൽ അപ്ലൈ പണ്ണണം. കൊഞ്ചം ഓയിൽ എടുത്തിട്ട് ഒരു 5 ഡ്രോപ്സ് എടുത്തിട്ട് കീഴേന്ന് മേൽപ്പക്കം നമ്മൾ അപ്ലൈ പണ്ണണം. പാദം തൊട്ട് ഇടുപ്പ് വരെ നമ്മൾ അപ്ലൈ പണ്ണണം. അപ്ലൈ പണ്ണുമ്പോൾ നൈറ്റിൽ അപ്ലൈ പണിയാൽ പോതും നമ്മുടെ പെരിയ എന്നാ വെരിക്കോസ് പ്രോബ്ലം ഇരുന്നാലും അത് ക്ലിയർ ആയിടും. ഇംഗ്ലീഷ് മെഡിസിനിൽ പോയാലും അത് ഓപ്പറേഷൻ പണ്ണും. വെയിൻ വന്ന് സെൻറ്ററിലെ കട്ട് പണ്ണും. അപ്പോൾ അതിൻ്റെ തേവയില്ല. ഇത് വന്ന് നമ്മൾ അപ്ലൈ പണിയാൽ പോതും. അപ്ലൈ പണ്ണുമ്പോൾ നമുക്കൊന്ന് വെരിക്കോസ് പ്രോബ്ലം ക്ലിയർ ആയിടും. പിന്നെ വന്ന് ഇത് ജാതിക്കയുടെ മരം. ജാതിക്ക ഇത് പിന്നെ തുളസി തുളസിയിലും കൈ വെറൈറ്റി, രാമതുളസി, ശ്യാമതുളസി, കൃഷ്ണ തുളസി. ഇത് വന്ന് കർപ്പൂര തുളസി എന്ന് ചൊല്ലും. കർപ്പൂര തുളസി ഇത് നമുക്ക് മൈഗ്രെയിന്, സൈനസ്, സ്നോറിങ്, ഇൻസോമിയ പ്രോബ്ലം. അപ്പം 4 വിഷയത്തിന് നമുക്ക് ഒരേ മെഡിസിൻ. ഇപ്പം മൈഗ്രെയിൻ ഇരുന്നാൽ നമുക്ക് ഒറ്റ തലവലി ഇരുന്നാൽ ഒരു 5 ഡ്രോപ്സ് ഓയിൽ എടുത്തിട്ട് നമ്മുടെ ഉച്ചൻ തലയിൽ വെക്കണം. 2 ഡ്രോപ്സ് ഇങ്ങനെ വെക്കണം. അപ്പം നമുക്ക് മൈഗ്രെയിൻ ക്ലിയർ ആയിടും. ചിലർക്ക് വന്ന് സൈനസ് പ്രോബ്ലം, സൈനസ് ഇരുന്നാൽ നമുക്ക് ഇങ്ങനെ വലി വരും. അപ്പോൾ 5 ഡ്രോപ്സ് ഇങ്ങനെ വെച്ചിട്ട് 2 ഡ്രോപ്സ് ഇങ്ങനെ വെക്കണം. അപ്പം സൈനസ് ക്ലിയർ ആയിടും. ചിലർക്ക് വന്ന് പ്രോബ്ലം, കൊരോട്ട പ്രോബ്ലം വന്നാൽ ഒരു 5 ഡ്രോപ്സ് വെച്ചാൽ പോതും. പിന്നെ ഇൻസോമിയ പ്രോബ്ലം, തൂക്കമില്ല, അതിനും ഒരു 5 ഡ്രോപ്സ്. അപ്പോൾ 4 വിഷയത്തിന് നമുക്ക് ഒരേ മെഡിസിൻ. ഇത് നൈറ്റിലെ അപ്ലൈ പണ്ണണം, കാലയിലെ ഇതല്ല, ഇത് വന്ന് നോർമൽ ഹെഡ്. അപ്പൊ ഇത് 2 മാസത്തെ ഒരു കോഴ്സ്. ഇത് 2 മാസം അപ്ലൈ പണ്ണണം. കോഫി സൈഡ് ഇപ്പം വന്ന് എല്ലാവരും ലെസ് കോഫി, ബ്രൂ കോഫി ഒക്കെ കുടിക്കുന്നു. അത് கொஞ்ச നേരം വെച്ചാൽ കട്ടിയായിടും. അതിൻ്റെ ഉള്ളിലെ ചിക്കോറി, ചോക്ലേറ്റ് പൗഡർ. ഇത് അപ്പടിയില്ല. ഇത് സീഡിലേ തയ്യാർ പണ്ണുന്നത്. ഇത് സീഡ് എടുത്ത് നമ്മളെന്നാ നല്ല റോസ്റ്റ് പണിയിട്ട് പൗഡർ പണി വെക്കണം. ഇതിലെ മിക്സ് ഒന്നുമേ കിടയാതെ ഒറിജിനൽ പൗഡർ. ഇത് മംഗോസ്റ്റ്. ഇതിലെ ഫ്രൂട്ട് ഇരിക്കും സാർ. ഇത് ഗ്രാമ്പു മരം. അത് അവക്കാഡോ. ഇത് മറുതാണി. மக்களே, இந்த ஹரிதா ஸ்பைஸ் கார்டனோட டீட்டெயில்ஸ் நான் உங்களுக்கு டிஸ்கிரிப்ஷனில் கொடுக்குறேன். நீங்கள் செக் பண்ணி பாருங்கள் ஃப்ரெண்ட்ஸ்.